തിരുവചനം തിരുവചനം. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ പരിശുദ്ധമായ സ്നേഹം നമ്മെ പൂർണ്ണമായിട്ടും പൊതി നിൽക്കട്ടെ. അവിടുത്തെ പുത്രനും നമ്മുടെ രക്ഷകനുമായ കർത്താവായ ഈശോയുടെ തിരുവചനത്താൽ നമ്മളെല്ലാം അഭിഷേകം ചെയ്യപ്പെടുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഈ വചനത്തിന് സാക്ഷികളായി ജീവിക്കുവാനും നമുക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തിരുവചനത്തോട് പൂർണ്ണമായും അനുസരണം കാണിച്ച പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുകയും നമുക്ക് മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കുള്ള ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 27-ാമത്തെ വാക്യം, ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. വീണ്ടും അദ്ദേഹം എഴുതി 3:11 ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ഈ ഒരു വലിയ അവബോധത്തിൽ വളരുവാൻ ആയിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഒരു വലിയ സംഭവത്തിൽ നിന്നുള്ള ഒരു ചെറിയ വാക്യമാണ് നമ്മൾ എടുക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 37-ാമത്തെ വാക്യം, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. ഈശോയുടെ നേരിട്ടുള്ള ഒരു നിർദ്ദേശമാണത്. അന്ന് ആ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ഇന്നത്തെ ശിഷ്യന്മാരോടും ശിഷ്യന്മാരായ നമ്മൾ ഓരോരുത്തരോടും ഈശോ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. ഇതൊരു വലിയ കടമയാണ് നമുക്ക് ഓർക്കാം. ഇതൊരു വലിയ ദൗത്യമാണ് നമുക്ക് ഓർക്കാം. യേശുവിനെ അനുഗമിക്കുന്നവരെ നിലയിൽ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതോ മറ്റുള്ളവരാൽ കാര്യങ്ങൾ ചെയ്യുന്നതോ അല്ല ഇവിടെ യേശു ഉദ്ദേശിക്കുന്നത്. വ്യക്തിപരമായിട്ട്, ഒരുപക്ഷെ നിർബന്ധമായിട്ട് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. ഇതിൻ്റെ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. 4 സുവിശേഷകന്മാരും ഒരേപോലെ ചിത്രീകരിക്കുന്ന ഒരു സംഭവമാണ് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഈശോ ഭക്ഷിക്കാൻ കൊടുത്തത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിലും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലും ഈ സംഭവം വിവരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈശോയുടെ പ്രസംഗം കേൾക്കുവാനും സൗഖ്യം സ്വീകരിക്കുവാനുമായി വിവിധ ദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചു കൂടുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ ഈശോയുടെ പ്രസംഗം അവരത് കേട്ടു. വൈകുന്നേരമായി നമ്മൾ വായിക്കുന്നുണ്ട്. അവർക്ക് ആർക്കെങ്കിലും വിശക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ തരിക എന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവർക്ക് ഒരുപക്ഷെ വിശപ്പുണ്ടാകാം സ്വാഭാവികമായിട്ടും. എന്നാൽ അതിലുപരിയായിട്ട് കർത്താവിൻ്റെ വചനം കേൾക്കുവാനും കർത്താവിൻ്റെ പ്രബോധനം കേൾക്കുവാനുമുള്ള ആഗ്രഹം, തീഷ്ണത, ഒരുപക്ഷെ അവരുടെ വിശപ്പ് അവർ അറിഞ്ഞു കാണില്ല. എങ്കിൽ ഈശോയ്ക്കത് മനസ്സിലായി. അവർ ചോദിച്ചിട്ടല്ല, ഈശോ ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ആവശ്യം ഭക്ഷണം, അവൻ്റെ ഒരു പ്രശ്നം വിശപ്പ്, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈശോ അവിടെ ഇടപെടുന്നതും.
നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക. കാരണം ഈശോയ്ക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഭക്ഷണമാണ്. നമ്മൾ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പാർപ്പിടമില്ലേലും വസ്ത്രമില്ലേലും കുറേ നാളത്തേക്ക് പാത്തും പതുങ്ങിയും ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം. എന്നാൽ ഭക്ഷണമില്ലാതെ ജീവിക്കുക അത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാനമായത്, ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഭക്ഷണം തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ നിലനിർത്തണമെങ്കിൽ ഈ ഭക്ഷണം ആവശ്യമുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവർ, നമ്മൾ ഓർക്കണം, ഈ അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ആവശ്യം അത് എൻ്റെ കൂടെയുള്ളവർക്കുണ്ടോ, എൻ്റെ ചുറ്റുപാടുമുള്ളവർക്കുണ്ടോ? അതറിയുവാനും അന്വേഷിക്കുവാനും അതിന് പരിഹാരം ചെയ്യുവാനും അത് പരിഹരിക്കുവാനുമുള്ള ദൗത്യമാണ് ഈശോ ആ വചനത്തിലൂടെ പറയുന്നത്. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. ഇനി നമുക്കറിയാം, ഈശോ ഇത് അവരോട് പറയുമ്പോൾ അവരുടെ സാഹചര്യം വളരെ പരിതാപകരമാണ്. കാരണം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരെ ഈ ദൈവവേലയ്ക്കായിട്ട് പറഞ്ഞു വിടുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ എടുക്കരുത്. ഒന്നും ഉണ്ടാകാൻ പാടില്ല. വടിയില്ല, അപ്പം മേടിച്ച് സൂക്ഷിക്കാൻ സഞ്ചിയില്ല, മേടിക്കാൻ പണമില്ല, അപ്പവുമില്ല. അപ്പം ഇങ്ങനെ ഒന്നുമില്ലാത്ത ഇവരോടാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവരുടെ ഇല്ലായ്മയും വല്ലായ്മയും നിസ്സാരതയും ദാരിദ്ര്യവും എല്ലാം അറിഞ്ഞുകൊണ്ട് ഈശോ ഇത് പറയുന്നുണ്ടെങ്കിൽ അതവർ ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നുണ്ട്. നമ്മൾ ഞെരുങ്ങിക്കഴിയുമ്പോഴാണ് ദൈവം ചിലർ കൊടുക്കാൻ പറയുന്നത്. നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസരത്തിലാണ് ചിലർ നമ്മുടെ മുമ്പിൽ വന്ന് സഹായത്തിന് വേണ്ടി ചോദിക്കുന്നത്, ഇവൻ ഭക്ഷണം അടക്കം. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടോ? നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി, ഇടപെടൽ അവിടെ ഉണ്ടാകുമെന്നാണ് ഈ സംഭവത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശോ പറയാ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അന്ത്രയോസ് വന്ന് പറയുകയാണ്, കർത്താവേ, ഞങ്ങളുടെ അടുത്തൊരു പയ്യൻ, ഒരു ആൺകുട്ടിയുടെ കയ്യിൽ 5 ബാർലി അപ്പവും 2 മീനും ഉണ്ട്. പക്ഷെ ഇത് എന്തിന്, എത്രമാത്രം തികയും? കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് വന്ന് പറയുന്നുണ്ട്, കർത്താവെ, 200 ദനാറയ്ക്ക് പോലും മേടിച്ചാൽ അല്പം മാത്രമായിട്ടെങ്കിലും, ഇവിടെ അത്യാവശ്യം വിശപ്പ് മാറാനായിട്ട് പോലും എന്നായിരിക്കും ഉദ്ദേശിച്ചത്, കൊടുക്കാൻ തികയില്ല. അപ്പോൾ 200 ദനാറയ്ക്ക് പോലും മേടിച്ച് തികയാത്തപ്പോഴാണ് ഈ 5 അപ്പവും 2 മീനും എന്തിനുണ്ട്, എത്രമാത്രമുണ്ട്, എത്ര കുറവാണ് എന്ന് ഈ ശിഷ്യൻ വന്ന് പറയുന്നത്. ഈശോയ്ക്കതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. കൊടുക്കാൻ പറ്റും, കൊടുക്കണം. കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്നത്തേക്ക് വേണ്ടി മാത്രമല്ല ഈശോ ആ നിർദ്ദേശം വച്ചിരിക്കുന്നത്, അത് എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ളതാണ്. കാരണം എല്ലാ കാലത്തും ആരെങ്കിലും എവിടെയെങ്കിലും തങ്ങൾക്കുള്ളത് കൊടുക്കുവാനുള്ള സന്മനസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഈശോ അവിടെ അത്ഭുതകരമായി പ്രവർത്തിച്ചുകൊള്ളും. ആ ഒരു ഗ്യാരൻറ്റിയാണ് അന്നത്തെ അത്ഭുത പ്രവർത്തനത്തിലൂടെ നമ്മൾ അറിയുന്നത്. എന്ന് മാത്രമല്ല, ഈശോയുടെ വചനപ്രഘോഷണത്തോട് ചേർന്ന് ഈ അപ്പം കൊടുക്കൽ നടക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദ്യ വാക്യങ്ങളിൽ, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കൂ, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അപ്പോൾ ഭക്ഷണം കഴിക്കണം, കർത്താവിൻ്റെ വാക്ക് കേൾക്കണം, അപ്പം ഭക്ഷിക്കണം, വചനവും ഭക്ഷിക്കണം. അപ്പോൾ ഈ വചന ശുശ്രൂഷയോട് ചേർന്ന് തന്നെ അപ്പശുശ്രൂഷയും നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഇത് ഇന്നത്തെ കാലഘട്ടത്തിന് വ്യത്യസ്തമാണ്.
ഈശോയുടെ വചനപ്രഘോഷണം കേൾക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈശോയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈശോയുടെ ധ്യാനം എന്ന് പറയാം, ഈശോയുടെ ധ്യാനം കേൾക്കാൻ വേണ്ടി ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല, ഒരു എൻട്രൻസ് ഫീ ഉണ്ടായിരുന്നില്ല, അഡ്മിഷൻ ഫീ ഇല്ല, സ്തോത്ര കാഴ്ചയില്ല, നിങ്ങൾക്കുള്ളതുപോലെ വലുതും കൊടുത്തോളൂ എന്നും കൂടി ഇല്ല. മറിച്ച് ഈശോ പ്രസംഗിക്കുന്നു, ഈശോ ധനം ഭക്ഷിക്കാനും കൊടുക്കുന്നു. വചനം കേട്ടവർക്ക് ശാരീരികമായ ഭക്ഷണത്തിൻ്റെ ആവശ്യം കൂടി ഈശോ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ചെറിയ രീതിയിലൊക്കെ അത് പാലിക്കുന്നുണ്ട്. ധ്യാനം കഴിയുന്ന സമയത്ത് ഇപ്പോൾ രാത്രി 9:30 ചില 10 ആവും, എന്തെങ്കിലും ചെറിയ ലഘുഭക്ഷണം, ചിലപ്പോൾ കഞ്ഞിയും പയറുവോ അല്ലെങ്കിൽ ബ്രെഡും കടിയും എന്തെങ്കിലും വെള്ളം കൊടുക്കാറുണ്ട്. അപ്പോൾ വചനം കൊടുക്കുക മാത്രമല്ല, അപ്പവും കൂടെ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ഉറപ്പാണ്. ഇനി 7 അപ്പം കൊണ്ട് ഈശോ അവരെ 4000 വരെ തീറ്റിപ്പോറ്റുന്നതിൽ ഈശോ പറയുന്നുണ്ട്, എനിക്കിവരുടെ സഹതാപം തോന്നുന്നു, അനുകമ്പ തോന്നുന്നു, ഇവർ പോകുന്ന വഴിക്ക് ക്ഷീണിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം അവരെൻ്റെ കൂടെ ആയിരുന്നു ഈ ദിവസങ്ങളിൽ. അപ്പോൾ ഈ ആളുകൾ തൻ്റെ വചനം കേൾക്കാൻ വന്നതുകൊണ്ട് വലിയ സന്തോഷം മാത്രമല്ല, അവരുടെ വളരെ മാനുഷികമായ സ്വാഭാവികമായ ആവശ്യങ്ങളും കൂടെ പരിഗണിക്കുവാനുള്ള ആ വലിയ ശ്രദ്ധയാണ് ഈശോ കാണിച്ചത്. ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മൾ എപ്രകാരം ആയിരിക്കാം പ്രതികരിക്കുന്നത്? ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ അവരുടെ പ്രതികരണം നിരാശയാണ്, ഇച്ഛാഭംഗമാണ്. കാരണം ഈശോയുടെ ആവശ്യപ്പെടലും അവരുടെ കയ്യിലുള്ളതും തമ്മിൽ വലിയ അന്തരമുണ്ട്. അത് ഒരു വിധത്തിലും തികയല്ല. ശൂന്യതയിൽ നിന്ന് അപ്പം സൃഷ്ടിക്കാൻ സാധിക്കുന്നവന് തൻ്റെ പ്രാർത്ഥനാ ചൈതന്യം കൊണ്ട് കല്ലുകളെ അപ്പമാക്കി മാറ്റാൻ കഴിവുള്ള ഈശോ എന്തുകൊണ്ടാണ് ഈ ശിഷ്യന്മാരോട് ഇത് ചോദിക്കുന്നത്? ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ്. ശൂന്യതയിൽ നിന്നും ഇല്ലായ്മയിൽ നിന്നും എല്ലാം സൃഷ്ടിച്ച ദൈവം ഇപ്പോൾ എന്നോടും നിങ്ങളോടും സഹകരണം ചോദിക്കുകയാണ്. ഇത് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് ഓർക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ അപേക്ഷിക്കുമ്പോൾ, നമ്മൾ പല കാര്യങ്ങൾ ഈശോയോട് പറയുമ്പോൾ ഈശോ ചോദിക്കുകയാണ്, നിൻ്റെ പക്കലെന്തുണ്ട്, നിൻ്റെ കയ്യിലെന്തുണ്ട്, നിനക്ക് അതിനോട് എത്രമാത്രം ചെയ്യാൻ സാധിക്കും? ഇത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമല്ല, ദൈവത്തിന് പ്രാപ്തിയില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിന് സമ്പത്തില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇപ്പോൾ ദൈവം നമ്മുടെയും സഹകരണം ആഗ്രഹിക്കുന്നു. മനുഷ്യനെയും തൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളിയാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയാറുണ്ട്, താൻ പാതി ദൈവം പാതി എന്ന്. അപ്പം മനുഷ്യൻ്റെ സഹകരണം, മനുഷ്യൻ്റെ പങ്കാളിത്തം, മനുഷ്യൻ്റെ സന്മനസ്, അത് ദൈവം ചോദിച്ചു വാങ്ങുകയാണ്. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതുപോലെ, അല്ലയോ മനുഷ്യ, നിന്നെ കൂടാതെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ദൈവം സൃഷ്ടികർമ്മമൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെയാണ്. ഇപ്പോൾ ദൈവം പ്രവർത്തന നിരതമായിരിക്കുന്നത് നമ്മുടെ കരങ്ങളിലൂടെയാണ്, നമ്മുടെ ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ നമ്മുടെ ഇല്ലായ്മകളല്ല, അതുകൊണ്ട് നിനക്കെന്തുണ്ട്, നിൻ്റെ ബലഹീനതയല്ല നിൻ്റെ ശക്തി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെല്ലാമോ ദൈവം തന്നിട്ടുണ്ട്, എന്തെല്ലാമോ കഴിവുകൾ തന്നിട്ടുണ്ട്, സിദ്ധികൾ തന്നിട്ടുണ്ട്, പ്രത്യേകത തന്നിട്ടുണ്ട്. ഈശോ പറയുക, അത് കൊടുക്കുക. അത് കൊടുത്തിട്ട് നമുക്ക് പറയാം, കർത്താവ് ഇത് തികയാണ്ട് വരുന്നു, ഇത് ആവശ്യത്തിനില്ല. അപ്പോൾ ദൈവം കരങ്ങൾ നീട്ടി അവിടെ നമ്മളെ ആശീർവദിക്കും. അപ്പം എത്ര കുറവാണെന്നുള്ള വിഷയമല്ല. ഈ ഒരു കഥ പറയുന്നത് എങ്ങനെയാണ്, സൃഷ്ടിയുടെ ആദ്യ ദിവസം, അല്ലെങ്കിൽ ആദ്യ ദിവസമല്ല, എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ആദ്യ രാത്രി അല്ലെങ്കിൽ ആദ്യത്തെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുകയാണല്ലോ. അപ്പോൾ സൂര്യൻ ഈ ജീവജാലങ്ങളെല്ലാം വിളിച്ചു കൂട്ടി ഇങ്ങനെ പറഞ്ഞു, ഈ സമയം മുഴുവൻ ഞാൻ പ്രകാശിച്ചു, അതുകൊണ്ട് എല്ലാം നന്നായിപ്പോയി, ഇനി ഞാൻ വിശ്രമിക്കാൻ പോവുക, എനിക്ക് പ്രകാശിക്കാൻ പറ്റിയാല.
അപ്പോൾ ഈ ഭൂമി മുഴുവനും ഇരുട്ടാകുന്നത് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ഇതിനെ പ്രകാശിപ്പിക്കാമോ? അപ്പോൾ ജീവജാലങ്ങൾ ഓരോരുത്തരും പറഞ്ഞു, പറ്റിയല്ല, സൂര്യനെ നിന്നെ പോലെ കത്തിജ്വലിക്കാൻ ആർക്ക് സാധിക്കും? എല്ലാവരും മാറി നിന്നു. അപ്പോൾ കഥയെ പറയുന്നത് ഇങ്ങനെയാണ്. ഉടനെ ഒരു മിന്നാമിനുങ്ങ് വന്നു പറഞ്ഞു, എൻ്റെ വെളിച്ചം കൊണ്ട് ഞാൻ പ്രകാശിപ്പിക്കാം. അങ്ങനെ രാത്രിയിൽ ആ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം ലോകത്തിന് വെളിച്ചമായി തീർന്നു. അപ്പം എത്ര നിസ്സാരമാണ് ഈ വെട്ടം! സൂര്യൻ്റെ മഹാപ്രഭയ്ക്ക് മുമ്പിൽ ഇതൊന്നുമല്ല. പക്ഷേ ആ ചെറുത് കൊടുക്കുവാനുള്ള മനസ്സ്, അത് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അനേകം അനാഥർക്ക്, അർശനർക്ക് മദർ തെരേസ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയിലൂടെ, ഒരു പുണ്യസ്ത്രീയിലൂടെ ദൈവം എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്തു. ഫാദർ ഡാമിയനിലൂടെ എത്രയോ കുഷ്ഠരോഗികളെ കർത്താവ് ആശ്വസിപ്പിച്ചു. വിൻസെൻ്റ് പോളിലൂടെ എത്രയോ പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കാൻ സാധിച്ചു. ഡോൺ ബോസ്കോയിലൂടെ എത്രയോ യുവജനങ്ങളെ, കുട്ടികളെ വീണ്ടെടുക്കാൻ സാധിച്ചു. അപ്പോൾ വലിയ കഴിവുകളും വലിയ പ്രത്യേകതകളും ഉള്ളവരെ അല്ല ദൈവം വിളിച്ചതെന്നും കൂടെ നമുക്ക് ഓർക്കാം. എത്ര നിസ്സാരമാണ്, എത്ര ചെറുതാണ്. അതല്ല, ആ കൊടുക്കുവാൻ ഉള്ള സന്നദ്ധതയുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ലോകം മുഴുവനും സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി, സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഈശോ തിരഞ്ഞെടുത്തത് വെറും 12 പേരെയാണ്. 12 പേരടങ്ങുന്ന ചെറിയ ഒരു ഗ്രൂപ്പിലൂടെയാണ് ലോകം മുഴുവനിലേക്കും തൻ്റെ സുവിശേഷം എത്തിക്കുവാൻ അവിടുന്ന് പരിശ്രമിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര കുറവെന്ന് പറഞ്ഞാലും എത്ര ചെറുതെന്ന് പറഞ്ഞാലും ദൈവത്തിന് മുമ്പിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ലൂക്കയുടെ സുവിശേഷത്തിൽ തന്നെ 21-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ ദേവാലയത്തിൽ നിൽക്കുന്ന ഈശോ അവിടെ ഭണ്ഡാരത്തിൽ കാഴ്ചകൾ സമർപ്പിക്കുന്ന ആളുകളെ നോക്കുന്നു. അതിൽ ആ ദരിദ്രയായ വിധവ വന്ന് 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. ഉടനെ ഈശോ പറയുന്ന കാര്യം ഇതാണ്: ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും ഉപജീവനത്തിലുള്ള വക മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു. 2 ചെമ്പ് നാണയങ്ങളാണ്. മറ്റുള്ളവർ വന്ന് ധാരാളമായി ഇങ്ങനെ വാരിക്കൂരിടുന്നുണ്ട്. അവിടെ സമൃദ്ധിയിൽ നിന്ന് അവർ കൊടുക്കുകയാണ്. എന്നാൽ നിസ്സാരമെന്ന് പറയുന്ന ഈ 2 ചെമ്പ് നാണയങ്ങളെ വലിയ നിക്ഷേപമായിട്ട്, വലിയ സമ്പത്തായിട്ട്, വലിയ കാഴ്ചയായിട്ട് ഈശോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത് നമുക്കെന്തു കൊടുക്കാനുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ജന്മം സാഫല്യമടയുന്നത് ഈ ലോകത്തിലെ സകല സാധനങ്ങളും നമുക്ക് അപ്പമായി തീരുമ്പോഴല്ല, മറിച്ച് മറ്റുള്ളവർക്ക് നമ്മൾ അപ്പമായി തീരുമ്പോഴാണ്. എല്ലാം എനിക്ക് കിട്ടണം, എൻ്റെ വിശപ്പ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം എന്ന ആ സ്വാർത്ഥതയിലല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം സംതൃപ്തി അടയുന്നത്. മറിച്ച് എത്ര പേർക്ക് എൻ്റെ ജീവിതം അപ്പമായി മാറിയിട്ടുണ്ട്, എത്ര പേർക്ക് എൻ്റെ ജീവിതം ഗുണകരമായി മാറിയിട്ടുണ്ട്. അത് എത്ര ചെറുതെന്നുള്ള വിഷയമല്ല, എത്ര കുറവെന്നുള്ളതും പ്രസക്തമല്ല. കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനുഷ്യൻ്റെ ഈ അടിസ്ഥാനപരമായ ആവശ്യം, വിശപ്പ്, അത് നമുക്കറിയാൻ പ്രിയപ്പെട്ടവരെ, അത് ആഹാരം കൊണ്ട് മാത്രം തീരുന്നതല്ല. അവനെന്തെല്ലാം കൊടുത്താലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു വിശപ്പുണ്ട്. അത് ശരിക്കും ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. ആദരവിന് വേണ്ടിയുള്ള വിശപ്പ്, അംഗീകാരത്തിന് വേണ്ടിയുള്ള വിശപ്പ്, നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ്, സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പ്. ഇതൊക്കെ ഓരോ മനുഷ്യ വ്യക്തിക്കും നമ്മൾ തന്നെ കൊടുക്കണം എന്ന ഈശോ ആവശ്യപ്പെടുന്നത്. അതിനെല്ലാം ഉപരിയായിട്ടാണ് ദൈവത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വിശപ്പ്. പെറു എന്ന് പറയുന്ന രാജ്യത്ത് സന്ദർശിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ജോൺ പോൾ 2-ാം മാർപ്പാപ്പ, അദ്ദേഹം അന്ന് ആ ജനത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്: പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശാരീരികമായ വിശപ്പ് മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ വിശപ്പ് തീരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം ശാരീരികമായ വിശപ്പ് അത് ഭക്ഷണം കൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിലേറെയുള്ള വിശപ്പ്, ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പ്, അത് മനുഷ്യനുണ്ടാകണം.
അപ്പോൾ ഈശോ അതുകൊണ്ട് മനുഷ്യൻ്റെ സ്വാഭാവികമായി വിശപ്പ് മാറ്റാൻ വേണ്ടിയാണ് വിളമ്പാൻ തുടങ്ങിയത്. അങ്ങനെ സദ്യ വിളമ്പ ഈശോ തൻ്റെ ജീവിതം തന്നെ ഒരു സദ്യയാക്കി മാറ്റി. അവസാനം ആ സന്ധ്യാസമയത്ത് അവൻ തൻ്റെ ശരീരവും രക്തവും കൂടെ കൊടുത്തുകൊണ്ടാണ് ഭക്ഷണപാനീയത്തിൻ്റെ മാഹാത്മ്യത്തെ അവിടുന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് കൊടുത്ത അവസാനം തൻ്റെ ശരീരവും രക്തവും കൊടുക്കുന്ന അവസ്ഥ ഈശോയുടെ ഈ കുർബാനയെക്കുറിച്ചുള്ള അപ്പമുറിക്കലിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രാചീനമായ വിവരണം നമ്മൾ കാണുന്നത് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്കെഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിലാണ്. 11-ാം അധ്യായത്തിൽ 32-ാമത്തെ വാക്യങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. അവർ ഒന്നിച്ചുകൂടി ഭക്ഷിക്കാൻ വരുന്നു. എന്നാൽ അവർ ആദ്യകാലത്ത് അവർ ഒന്നിച്ചുകൂടുകയും ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരികയും അങ്ങനെ അവരുടെ സ്വാഭാവിക അത്താഴം കഴിക്കുകയും പങ്കുവെക്കുകയും ചെയ്തു. പിന്നീടാണ് കർത്താവിന് അത്താഴം കഴിക്കുന്നത്. എന്നാൽ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും കൊണ്ടുവരുന്ന അവർ സുഖമായിട്ട് ഭക്ഷിച്ചു. അങ്ങനെ വന്നപ്പോൾ ഭക്ഷണമില്ലാത്ത ചിലരുമുണ്ടായി. അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. ഇതിനെയാണ് കുർബാനയുടെ അയോഗ്യത എന്ന് പൗലോസ്ലീഹ പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരുപക്ഷെ മറ്റ് ചില പാപങ്ങളോ ശാരീരികമായ ചില ക്രമക്കേടുകളെക്കുറിച്ചല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അവസ്ഥയാണ്. ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള മനസ്സില്ലെങ്കിൽ ആ വ്യക്തികൾ കർത്താവിൻ്റെ അത്താഴം ഭക്ഷിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അല്ലെ 32-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ സഹോദരരെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുവിൻ. വിശപ്പുള്ളവൻ വീട്ടിലിരുന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മേളനം ശിക്ഷാവിധിക്ക് ഉപകരിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ മേലെ വരുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഈ കർത്താവിൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ, അത്താഴം കഴിക്കാൻ ആഘോഷിക്കാൻ വരുമ്പോൾ മറ്റുള്ളവരെ പരിഗണിക്കാത്തതാണ്. ചുരുക്കത്തിൽ കൂടെയുള്ളവർക്ക് അപ്പം കൊടുക്കാത്തവന് കർത്താവിൻ്റെ അൾത്താരിൽ നിന്നും അപ്പം കഴിക്കാനുള്ള അവകാശമില്ല. കൂടെയുള്ളവർക്ക് അത് കുടുംബത്തിലുള്ളവരായിരിക്കാം, സമൂഹത്തിലുള്ളവരായിരിക്കാം, അവർക്ക് തങ്ങളുടെ അപ്പം പങ്കുവെക്കുവാൻ കൊടുക്കുവാനുള്ള മനസ്സില്ലാത്ത വ്യക്തിക്ക് കുർബാന സ്വീകരിക്കാനുള്ള അവകാശം കൂടിയില്ല എന്ന കാര്യം നമ്മൾ ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. നമുക്കറിയാം, നമ്മൾ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കർത്താവിൻ്റെ സുവിശേഷം വീണ, ആ സുവിശേഷം ഒരു കാലത്ത് നന്നായി തഴച്ചു വളർന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇന്നും ലോകത്ത് ഇല്ലാത്തവർക്ക് കൊടുക്കുവാൻ, ഭക്ഷണമില്ലാത്തവർക്ക് കൊടുക്കുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സമൂഹം അവർ തന്നെയാണ്. അവർക്ക് വിശ്വാസക്കുറവുണ്ട് നമ്മൾ പറയാറുണ്ട്, പള്ളി പോകാറില്ലെന്ന് പറയാറുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും അവരുടെ ഉള്ളിലേക്ക് വിതയ്ക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ മിന്നലാട്ടങ്ങൾ ഇന്നും ഉള്ളതുകൊണ്ടാണ് ഇന്നും ലോകത്ത് വേദനിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും പ്രത്യേകിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും സഹായിക്കാൻ ആ സമൂഹങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യബോധമാണ് മറ്റുള്ളവർക്കും കൂടെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതൊരു ആത്മീയതയുടെ തലത്തിൽ മാത്രം നോക്കേണ്ട, വെറും മാനുഷിക തലത്തിൽ ഈശോ കാണിച്ചതുപോലെ അവരുടെ വിശപ്പ് മനസ്സിലായി അവർക്ക് കൊടുക്കുവാൻ അവിടുന്ന് സന്നദ്ധനായി എന്നുള്ളതാണ്. എന്ത് കിട്ടിയാലും മതി വരാത്ത, എത്ര കിട്ടിയാലും വിശപ്പടങ്ങാത്ത ഒരു ജനത്തിൻ്റെ മുമ്പിൽ അവർ സംതൃപ്തിയോടെ മടങ്ങിപ്പോയത് കൊണ്ടാണ് ആ 12 ശിഷ്യന്മാരും 12 കുട്ട അപ്പവുമായി ഇന്നും ചരിത്രത്തിലൂടെ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ അവർ ഭാരപ്പെട്ട് ആ കൊട്ടകൾ അന്ന് അവിടെ താഴെ വെച്ചേനെ. അപ്പോൾ തൃപ്തി കൊടുക്കുവാൻ, അവർക്ക് പൂർണ്ണമായി തൃപ്തി കൊടുക്കുവാൻ ഈശോയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിസ്സാരമായത്, കുറഞ്ഞത്, ചുരുങ്ങിയത് എന്തുമാകട്ടെ അത് കർത്താവിൻ്റെ മുമ്പിലേക്ക് നീട്ടിവെച്ച് കഴിയുമ്പോൾ അവിടുന്ന് അതിനെ എടുത്ത് ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ പിന്നെ അവിടെ സമൃദ്ധി ഉണ്ടാകും എന്ന കാര്യം നമ്മൾ മറന്നു പോകണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മളും പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ. ജർമ്മൻകാരനായ ഫാദർ കോൾബൻ ബാഹ് ഒരിക്കൽ എഴുതി ഇങ്ങനെയാണ്: കർത്താവിൻ്റെ മേശയും കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ ആഘോഷത്തിലും നാം കർത്തൃപ്രാർത്ഥന ചൊല്ലുന്നെങ്കിൽ നമ്മുടെ സഹോദരന്മാരായ മനുഷ്യർക്ക് അവരുടെ അനുദിന ആഹാരം കിട്ടുവാനുള്ള നമ്മുടെ അചഞ്ചലമായ തീരുമാനം പ്രഖ്യാപിക്കുകയാണ്.
ഈ പ്രാർത്ഥന ചൊല്ലുവാൻ ആവശ്യപ്പെടുന്നതിലൂടെ നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ എന്ന് കർത്താവ് നമ്മോട് പറയുന്നു. നമ്മളെല്ലാ ദിവസവും എത്രയോ പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തരണമേ. ഈ ഞങ്ങളാരാണ്? എല്ലാവരുമുണ്ട്, ലോകം മുഴുവനുമുണ്ട്. അതുകൊണ്ട് ദൈവം എൻ്റെ പാത്രത്തിലേക്ക്, എൻ്റെ കയ്യിലേക്ക് വച്ചു നീട്ടുന്ന ഭക്ഷണം, അപ്പക്കഷ്ണം, അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇല്ലാത്തവരുമായി പങ്കുവെക്കുവാനും കൊടുക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഓരോ വിശ്വാസിക്കുമുണ്ട് എന്ന ഈ അത്ഭുത പ്രവൃത്തിയിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അതുകൊണ്ട് കുടുംബത്തിൽ ചുറ്റുപാടും ഇത്തരത്തിൽ ഈ ഭക്ഷണത്തിന് വേണ്ടി വിശപ്പ് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഇനി മറ്റുമല്ല ബുദ്ധിപരമായ രീതിയിൽ, ആത്മീയമായ രീതിയിൽ, മറ്റ് ശാരീരികമായ രീതിയിൽ വിശപ്പ് ഉള്ളവരുണ്ടെങ്കിൽ, കുറവുകളുള്ളവരുണ്ടെങ്കിൽ അവരെയും കൂടെ സഹായിക്കുവാനുള്ള ഉത്തരവാദിത്വം ഈശോ നമ്മളെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് കൽപ്പിച്ച കാര്യം പാലിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഇല്ലായ്മകളല്ല, മറ്റുള്ളവരിലേക്ക് എന്തെല്ലാം കിട്ടുമെന്നല്ല, മറിച്ച് എന്നിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി അത് പുറത്തേക്കെടുക്കുക, അത് കർത്താവിന് മുമ്പിലേക്ക് നീക്കി വെക്കുക. കർത്താവ് അതിനെ സമൃദ്ധിയിലേക്ക് നയിച്ചുകൊള്ളും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.